ലേഡീസിന് വേണ്ടിയിട്ട് ഇതുവരെ കണ്ടുപിടിച്ച പ്രൊഡക്ട്സിലെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ തമ്പ് വെച്ചിട്ട് നേരെ താഴത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും എന്താ ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ആക്കി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിനെ പറ്റിയിട്ട് ജസ്റ്റ് അതൊരു കണ്ടൻറ്റായിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. പക്ഷേ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായി. എന്തായാലും 1 മില്യൺ വ്യൂ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറേ കമൻസുമായിട്ടും മെസ്സേജായിട്ടൊക്കെ കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ നിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഈ വീഡിയോ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് വെറും 10 സെക്കൻഡ് ഡ്യൂറേഷൻ മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം യൂസ് ചെയ്യാനായിട്ട് ഇപ്പോഴും മടിയുള്ള കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത ആൾക്കാർ ചോദിച്ചേക്കുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് വലിച്ചു നീട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ക്ലിയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണേ. ഇത് നമ്മുടെ അംഗനവാടികളിൽ നിന്നൊക്കെ തരില്ലേ, ഗവൺമെൻറ്റിൻ്റെ അംഗനവാടികളിൽ നിന്നും തന്ന മെൻസ്ട്രൽ കപ്പാണ്. ഞാനും ആദ്യം കുറേ ഡൗട്ട് അടിച്ചിരുന്നത് ഈ സാധനത്തിനെ പറ്റിയിട്ട്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഞാൻ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, എന്താണ് ഫീല്, എങ്ങനെയുണ്ട് സംഭവം, കൊള്ളാവോ, പെയിൻഫുൾ ആണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ ഗൂഗിളിൽ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കുറേ നോക്കിയിട്ട് നമ്മൾ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാകും. കാര്യം ഒരാൾക്കുള്ള ഫീലല്ല മറ്റേ ആൾക്കുള്ളത്. എനിക്കിത് കംഫർട്ടാണ്, പക്ഷേ എൻ്റെ ചേച്ചിക്ക് ഇത് കംഫർട്ടല്ല, എൻ്റെ ഫ്രണ്ട്സിന് ഇത് കംഫർട്ടല്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇത് യൂസ് ചെയ്ത് നോക്കി പക്ഷേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് അവർ വെക്കുന്നതിൻ്റെ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം ആയിരിക്കും, എനിക്കെന്താ അറിയില്ല. എന്തായാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യം ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഇത് ഉപയോഗിക്കാനുള്ള കാരണം, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പേടിയോടെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വെറുതെ പുതിയത് വാങ്ങി കാശ് കളയണ്ടല്ലോ, എനിക്കത് പറ്റിയില്ലെങ്കിൽ വെറുതെ കാശ് കളയണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം, എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വെച്ച് നോക്കിയത്. പക്ഷേ ഇത് വെക്കാനായിട്ട് എനിക്കൊരു ടെൻഷനോടെ തന്നെയാണ് കേട്ടോ വെച്ചത്. ഒരു കാര്യം പറയുകയാണ്, മറ്റൊരാൾ പ്രഷർ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഇത് വെക്കരുത്. നമ്മൾ സ്വയം മൈൻഡ് പ്രിപ്പയർഡ് ആക്കുക, നമ്മുടെ മൈൻഡിനെ അപ്പം നോക്കി ആക്കുക. ശരി, ഇത് വെക്കാമെന്ന് പറഞ്ഞ് നമ്മൾ സ്വയം പ്രിപ്പയർഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഓക്കെ ആവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിത് കുറച്ച് പെയിൻഫുള്ളായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടിട്ട് ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്തത്. പക്ഷേ എനിക്കിത് കംഫർട്ടാണ്, ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. ഇത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ എനിക്ക് കിട്ടിയത് പർപ്പിളാണ്, ഇനി വേറെ കളർ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പുൾ ഡൗൺ മെത്തേഡാണ് കേട്ടോ. അവിടെ നമ്മുടെ തമ്പ് വെച്ചിട്ട് നേരെ താഴത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും എന്താ ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ആക്കിയിട്ടും ഇത് നേരെ നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിവിടെ സക്കായിട്ട് ഇരുന്നോളും, എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. ഈ സ്റ്റെം എന്ന് പറയുന്നത് നമ്മൾ താഴത്തേക്ക് പിടിച്ച് വലിച്ചൂരാനുള്ള സാധനമല്ല. അങ്ങനെ ആരും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുള്ളൂ. മിക്കവരും ഊരുമ്പോൾ വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരിത് ഈ സ്റ്റെമ്മിൽ പിടിച്ച് ഊരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സ്റ്റെം എന്ന് പറയുന്നത് നമുക്കിത് വലിച്ചൂരാനുള്ള സാധനമല്ല, ഇവിടെ പ്രോപ്പറായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുണ്ടോ, ഇത് മര്യാദ കാണുന്നതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെമ്മിൽ പിടിച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇത് സക്കായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് പറയാം. സക്കായാലും മാത്രമേ അതവിടെ പ്രോപ്പറായിട്ട് ഇരിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ലീക്കേജ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇത് ഊരുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചവർക്ക് സ്റ്റെമ്മിൽ പിടിച്ച് നേരെ വലിച്ചൂരരുത്. നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാൻ നേരം നമ്മളൊന്ന് താഴത്തേക്ക് പുഷ് ചെയ്യുന്ന പോലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഈ മെൻസ്ട്രൽ കപ്പ് താഴത്തേക്ക് ഒന്ന് ഇറങ്ങി വരും. ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച പോലെ തന്നെ ഈ താഴെ ഭാഗത്ത് നമ്മുടെ തമ്പ് വെച്ചൊന്ന് ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അവിടുത്തെ എയർ ലൂസായി കഴിയുമ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് താഴത്തേക്ക് എടുക്കുക. ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച പോലെ തന്നെ ഫോൾഡ് ചെയ്ത് താഴത്തേക്ക് ഇറക്കുമ്പോൾ ഈസി ആയിട്ട് പോയിട്ട് എന്തായാലും ബ്ലഡൊക്കെ കുറച്ച് താഴെ പോകും, നമ്മുടെ കയ്യിൽ ബ്ലഡ് ആവും. അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും പാഡ് ക്ലോത്തൊക്കെ യൂസ് ചെയ്യുന്നവരുടെ കയ്യിൽ എന്തായാലും ബ്ലഡ് ആവും. അതേപോലെ തന്നെ ഇത് ഊരിയെടുക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ ബ്ലഡ് ആവും. അത് നമ്മളത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ആ വന്നിരിക്കുന്ന ബ്ലഡ് വല്ല ക്ലോസറ്റിലേക്കോ നമ്മുടെ ബാത്റൂമിലേക്ക് ഒഴിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി സ്റ്റെറിലൈസ് ചെയ്യേണ്ട കാര്യം, ഈ മെൻസ്ട്രൽ കപ്പ് ഇട്ട് ഞാൻ തിളപ്പിക്കാറില്ല. തിളച്ച വെള്ളത്തിൽ 2-3 മിനിറ്റ് ഞാൻ ഇട്ട് വെക്കും, പീരീഡ്സിന് മുമ്പ് പീരീഡ്സിന് ശേഷവും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ഊരിയിട്ട് പൈപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യും.
ഇതേപോലെ തന്നെ ഇത് സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് ഇതിനകത്ത് വെള്ളം പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ പൗച്ചിലേക്ക് ഇട്ട് വെക്കാം. കഴുകിയിട്ട് നമുക്ക് നേരെ ഇൻസേർട്ടും ചെയ്യാം. ഇത് വേറെ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പൗച്ചാണെങ്കിലും ഒരു ബോക്സ് ആണെങ്കിലും അതിൽ മാത്രമേ ഇത് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള പാത്രമോ ബോക്സോ തുണിയോ ഇതൊന്നും വെച്ച് തുടക്കാനോ അതിനകത്ത് ഇട്ട് വെക്കാനോ പാടില്ല. സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. സ്റ്റെറിലൈസേഷൻ മസ്റ്റ് ആണില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരും. അതാണ് ഇതിനകത്ത് ചിലർക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ഹൈജീനിക് പ്രോബ്ലം ആയിരിക്കും. പിന്നെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. നല്ല ക്ലീൻ ആയിരിക്കണം നമ്മുടെ കൈകൾ. നമ്മളിത് എന്തായാലും ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് വേണം നമ്മളിത് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ ശരീരമല്ലേ, അത്യാവശ്യം കുറച്ച് നമ്മൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. അത്രയും നേരം പൊട്ടൻ്റെ മുമ്പിൽ ശങ്കൂതിക്കൊണ്ടിരിക്കണമായിരുന്നു ഞാൻ. ബാക്ക് ക്യാമറയിൽ ഷൂട്ടിങ് കൊണ്ടിട്ട് എനിക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുന്നില്ല. ഇത്ര നേരം വാതോരാതെ വർത്തമാനം പറഞ്ഞു. ക്യാമറ കട്ടായി കിടക്കുകയായിരുന്നു. കോൾ വന്നു, ഞാൻ അറിഞ്ഞില്ല. ഫോൺ സൈലൻ്റ് ആയിരുന്നു. എന്തൊക്കെ പറയാനുണ്ട് ഒന്നും ഓർമ്മയില്ല. ചിലർക്ക് ഇത് പെയിൻഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇരിക്കുമ്പോൾ ഒക്കെ പ്രയാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്റ്റെമ്മിന് നീട്ടക്കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം. എനിക്ക് എൻ്റെ മെൻസ്ട്രൽ കപ്പിൻ്റെ സ്റ്റെമ്മിന് ഒട്ടും തന്നെ നീളമില്ല. കണ്ടില്ല, എനിക്ക് മര്യാദക്ക് പിടിക്കാനുള്ളൊരു നീട്ടം പോലും ഇതിനില്ല. അത് ഞാൻ വിചാരിച്ചത് ഈ സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ചിട്ട് ഊരിയിട്ടാണ് മാറ്റേണ്ടത്. അപ്പം ഇത് നീട്ടമില്ലല്ലോ, പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് പിന്നീട് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് വലിച്ചു വരാനുള്ള സാധനമല്ലാന്ന്. അപ്പോൾ സ്റ്റെമ്മിന് നീട്ടക്കൂടുതലുള്ളവർ ആ സ്റ്റെമ്മിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കട്ടെ. ഇരിക്കുമ്പോൾ പെയിൻ ഉണ്ടെന്ന് പറയുന്നവർ സ്റ്റെമ്മൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ പെയിൻ മാറുമായിരിക്കും. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയാനായിട്ട് ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. ഇതിനും 3 ടൈപ്പ് ഉണ്ടല്ലോ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് സി, ഈ മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ സി പോലെ മടക്കണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സി ഷേപ്പിൽ മടക്കിയിട്ട് ഉള്ളിലേക്ക് വെക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ വെക്കാറില്ല. എനിക്കിത് കംഫർട്ടല്ല. ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുൾ ഡൗൺ മെത്തേഡ് എന്നെന്താണ് ഇതിനെ പറയുന്നത്. നമ്മുടെ തമ്പ് വെച്ചിട്ട് നേരെ താഴത്തേക്ക് ഒന്ന് മടക്കും. കണ്ടില്ലേ, താഴത്തേക്ക് മടക്കി കഴിയുമ്പോഴത്തേനും ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഇതാണ് കംഫർട്ട്. ബിഗിനേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും കുറച്ചും കൂടെ കംഫർട്ട് ഈ ഒരു ഷേപ്പായിരിക്കും. സോ ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 7 ഇങ്ങനെയും വെക്കും. ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പുൾ ഡൗൺ മെത്തേഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് പറ്റിയ പൊസിഷനിൽ, നമുക്ക് കംഫർട്ടായിട്ടുള്ള പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ ആദ്യം ഇരിക്കുക. ക്ലോസറ്റിലിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ യൂറോപ്യൻ ക്ലോസറ്റിലിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലിരിക്കുന്ന പോലെ താഴെ ഫ്ലോറിലിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ നിന്നിട്ട് ഒരു കാല് മേലിലേക്ക് എത്തി വെക്കുക. ജസ്റ്റ് ക്ലോസറ്റിൻ്റെ മേലിലാണെങ്കിൽ ഒരു കാല് പൊക്കി വെച്ചിട്ട് ഈ സാധനം, ഈ മെൻസ്ട്രൽ കപ്പ് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ, നിങ്ങൾക്ക് വേണ്ട ടൈപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ബലം പിടിക്കരുത്. ഭയങ്കര ടൈറ്റായിട്ട് പേടിച്ച് നമ്മൾ ഒത്തിരി ബലം പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് കയറില്ല. നമ്മൾ കൂളായിട്ടിരിക്കുക, ഭയങ്കര ഫ്രീ ആയിട്ടിരുന്ന് സമാധാനത്തോടെ പേടിക്കാതെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ഇൻസേർട്ട് ആവും കേട്ടോ. പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടൈറ്റൊക്കെ ഫീൽ ചെയ്യുന്നവർ, അല്ലെങ്കിൽ കയറാത്ത പോലെ തോന്നുന്നവർ ഒന്ന് വെക്കുക, ഊര, പിന്നെ ഒന്ന് വെക്കുക, ഊര. അപ്പോൾ നമ്മുടെ വജൈന ഭാഗം കുറച്ച് ലൂസായിട്ട് തോന്നും. ആ സമയത്ത് ഇൻസേർട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മെയിൻ കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഊരാൻ പറ്റുന്നില്ല, ഊരുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്, ഭയങ്കര പ്രാണം പോകുന്ന പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ചിട്ടാണ് നിങ്ങൾ ഊരണേന്ന്. സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ചിട്ട് ഊരരുത്. സ്റ്റെമ്മ് നമ്മൾക്കിത് ഊരിയെടുക്കാനുള്ള സാധനമല്ല. ഇത് കറക്റ്റായിട്ട് പൊസിഷനിൽ ഫിക്സ് ചെയ്യാനുള്ള സാധനമാണ് ഈ സ്റ്റെം എന്ന് പറയുന്നത്. ഒരു ദിവസം എത്ര തവണ ഇത് മാറ്റും, ലീക്കേജ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവരോടാണ്. ആദ്യത്തെ 2 ദിവസം 3 നേരം വെച്ചിട്ട് ഞാൻ കപ്പ് മാറ്റും, ക്ലീൻ ചെയ്യും കേട്ടോ. നമ്മളിത് ഊരിയെടുത്തിട്ട് ബ്ലഡ് കളഞ്ഞിട്ട് പൈപ്പിൻ്റെ താഴെ കാണിച്ചൊന്ന് കഴുകിയാൽ മതിയിട്ട്. പിന്നെ ഇത് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാകും. അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട്. എൻ്റെ മെയിൻ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന നേരത്ത് പോലും ഇത് ഊരി മാറ്റേണ്ടി വരുമോ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇത് ഊരി മാറ്റേണ്ടി വരും. ആദ്യമൊക്കെ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ നേരം കപ്പ് ഊരി മാറ്റിയിട്ടാണ് ടോയ്ലറ്റിൽ പോയി കൊണ്ടുവന്നത്. പിന്നെ ഞാൻ എൻ്റെ നെയ്ബറോട് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു വേണ്ട, ടോയ്ലറ്റിൽ പോകുമ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും ഇത് ഊരി മാറ്റേണ്ട ആവശ്യമില്ല എന്ന്. എനിക്ക് ഭയങ്കര തുടങ്ങി കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം രാവിലെ വെച്ചിട്ടാണ്. പീരീഡ്സിൻ്റെ പെയിൻ ഇല്ലാത്തവർക്കില്ലേ പീരീഡ്സ് ആയെന്ന് പോലും അറിയില്ല കേട്ടോ. അതാണ് മെയിൻ കാര്യം. ഞാൻ എൻ്റെ പീരീഡ്സ് ഡേറ്റിൻ്റെ അന്ന് എനിക്ക് വയറുവേദന തുടങ്ങിയപ്പോൾ രാവിലെ ഞാൻ ഈ സാധനം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഊരിയപ്പോൾ അതിനകത്ത് ബ്ലഡ് കണ്ടപ്പോഴാണ് ഞാൻ പീരീഡ്സ് ആയെന്ന് തന്നെ അറിയണം കേട്ടോ. പീരീഡ്സ് ആയെന്ന് അറിയില്ല, ഞാനിത് ഊരി മാറ്റാൻ തന്നെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ.
മറന്നു പോകുന്നവർ ഞാൻ മാത്രമല്ല പലരും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ. എൻ്റെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഞാൻ ഇറങ്ങി പോകുന്ന ഈ സാധനം ഉള്ളിൽ ഇരിക്കുന്നത് അറിയ പോലുമില്ല നമ്മൾ. അതുകൊണ്ട് ഞാനെടുത്ത് മാറ്റാൻ വരെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ ഈ സാധനം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു സാധനം ഉള്ളിൽ ഇരിക്കണം നമ്മൾ അറിയ പോലുമില്ല. പീരീഡ്സിൻ്റെ പെയിൻ ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു മാസം പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് എത്ര പാഡ് നമ്മൾ യൂസ് ചെയ്യണം, ലീക്കേജ് വേറെ. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം ഭയങ്കര നമുക്ക് എന്താണ് പറയുന്നത്, നമുക്കൊരു കോൺഫിഡൻസ് തന്നെയാണെന്ന് പറയാട്ടോ. നമ്മളിത് ഉപയോഗിക്കുന്നത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ബാഗിലൊക്കെ ഇരുന്നോളൂ, നമ്മുടെ പോക്കറ്റിലാണെങ്കിൽ ഇരുന്നോളൂ. ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളിത് ഉപയോഗിക്കാത്തവരോട് ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ കസിൻസിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുക. അത്രയ്ക്ക് നല്ല സാധനമാണ്. നിങ്ങളുടെ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈവൻ നോർമൽ ഡെലിവറി കഴിഞ്ഞ കൂട്ടുകാരികൾ പോലും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18+ ആയിട്ടുള്ള കുട്ടികൾ, 18+ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ളവർക്കും സ്മോളാണ്, പ്രസവിക്കാത്ത ഡെലിവറി കഴിയാത്ത ആൾക്കാർക്ക് സ്മോൾ സൈസ് ഉപയോഗിക്കണം. ഇനി നോർമൽ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ ലാർജ് സൈസും, സിസേറിയൻ കഴിഞ്ഞവർ മീഡിയം സൈസും. എനിക്ക് സിസേറിയൻ ആയിരുന്നതുകൊണ്ട് ഞാൻ മീഡിയം സൈസാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്താണെങ്കിലും ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മെൻസ്ട്രൽ കപ്പ് ഇതുവരെ ഉപയോഗിക്കാത്തവരോടാണ് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനമായിരിക്കും കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ പെണ്ണുങ്ങൾ എത്ര വേദന അനുഭവിക്കാനുള്ള ആൾക്കാരാണ്. അതിനിടയ്ക്ക് ഈ മെൻസ്ട്രൽ കപ്പൊന്നും ഒന്നുമല്ല, ധൈര്യത്തോടെ ഉപയോഗിക്കും. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ യൂട്രസിന് എന്തോ പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. മെയിനായിട്ട് പറയുന്നത് ഹൈജീൻ പ്രോബ്ലം ആയിരിക്കും. ഇത് കറക്റ്റായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യുക, നമ്മുടെ ഹാൻഡ്സൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കുക. അതൊക്കെ തന്നെയാണ് അത് പറയാനുള്ളത് കേട്ടോ. പുൾ ഡൗൺ മെത്തേഡിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ബിഗിനേഴ്സൊക്കെ. അതാകുമ്പോൾ ഈസി ആയിട്ട് ഇൻസേർട്ട് ആയിക്കോളും. നമ്മൾ താഴെ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കുമല്ലോ കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് കംഫർട്ട് അല്ലാത്തവർക്ക് അവർ തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്, ഓരോരുത്തരുടെ ശരീരപ്രകൃതി ഓരോ രീതിയിലാണ്. നമ്മളിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ലാഞ്ഞിട്ടാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റ് പറയാൻ പറ്റില്ല. ചിലവർക്ക് സ്റ്റെമ്മിൻ്റെ നീട്ടം കൂടുതൽ കൊണ്ടിട്ട് ഇറിറ്റേഷൻ വരാറുണ്ട്. അങ്ങനെ സ്റ്റെം കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടും പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ തീരെ പറ്റാഞ്ഞിട്ടായിരിക്കും, അങ്ങനെയുള്ളവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്നാലും ഇതുവരെ ഉപയോഗിക്കാത്തവരൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഞാനൊക്കെ ആണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് എത്ര പാഡ് വെക്കും, പാൻറ്റീസിലൊക്കെ ലീക്കായിട്ടുണ്ടാവും. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഒരാളെ പുറകിൽ നിർത്തും, എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോഴും പാഡ് യൂസ് ചെയ്യുന്നവരെ ഡിസ്പോസ് ചെയ്യാനായിട്ട് എത്ര പാട് പണ്ടുണ്ടാവും. അതിൻ്റെ പഞ്ഞ് ക്ലോസറ്റ് കളയാൻ പറ്റില്ല, ക്ലോസറ്റ് ബ്ലോക്ക് ആയി പോകും. അതുകൊണ്ട് ഇത് ഫുൾ ഉണക്കിയിട്ട് നമ്മൾ വല്ല മണ്ണെണ്ണയോ ഇതൊക്കെ ഒഴിച്ച് കത്തിച്ച് കളയേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യാം. ചിലവരൊക്കെ വഴിയിലോ ഹോട്ടലിലോ ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വന്നവരുടെ അവസ്ഥ. ഈ സാധനം എന്ന് പറയുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി കൂടി ആയിട്ടുള്ള സാധനമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു പ്രസവം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കുഞ്ഞ് വരുന്ന ആ ഒരു ഭാഗത്തു കൂടി ഈ ഒരു ചെറിയ മെൻസ്ട്രൽ കപ്പ് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത്രയൊന്ന് ചിന്തിച്ചാൽ പോരെ പേര് മാറാനായിട്ട്. നമ്മൾ പാഡ് വെക്കുന്ന സമയത്ത് പാഡൊക്കെ നിറഞ്ഞു കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് നല്ല ബ്ലീഡിങ് ഉണ്ട്, ഭയങ്കര ബ്ലീഡിങ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം ബ്ലീഡിങ് ഉണ്ടെന്നുള്ളത്. പാഡിലേക്ക് ഒരു തുള്ളി വീഴുമ്പോൾ തന്നെ അതിങ്ങനെ സ്പ്രെഡായി പോകും. പക്ഷേ മെൻസ്ട്രൽ കപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പകുതി വരെയൊക്കെ നമ്മുടെ ബ്ലഡ് കാണുള്ളൂ കേട്ടോ. അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോളുണ്ട്, ആ ഹോളിലൂടെ ലീക്ക് ആവും. അപ്പോഴായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ ധൈര്യത്തോടെ വെച്ച് നോക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് വലിച്ചിട്ടാനൊന്നും ആഗ്രഹിക്കുന്നില്ല, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ക്യാമറ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയേക്കണോണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞില്ല എന്ന് എനിക്ക് തന്നെ ബോധമില്ല. ഈ അംഗനവാടിയിൽ നിന്ന് തന്നെ സാധനം ഉപയോഗിക്കാം. പേടിയുള്ളവർ ധൈര്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾ ഇവിടെ കിട്ടാം. ഞാൻ മാത്രമല്ല, എൻ്റെ സറൗണ്ടിങ്സിലുള്ള കുറേ പേര് എനിക്കറിയാം ഇത് ഉപയോഗിക്കുന്നവർ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്ത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.